അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണം എന്നാദ്യമായി ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു വചനം ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അൻ അലിയിൻ റളിയല്ലാഹു അൻഹു ഖാല അമാ ഇന്നി ഖദ് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമാ സതകൂനു ഫിത്ന ഫഖുൽതു മൽ മഖ്റജ് മിൻഹാ യാ റസൂലല്ലാഹ് ഖാല കിതാബുല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു, ഇന്നമാ സതകൂനു ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നമാ സതകൂനു ഫിത്ന, തീർച്ചയായും ഫിത്ന ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൽ മഖ്റജ് മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ തിരുദൂതരെ, എന്താണ് അതിൽ നിന്നുള്ളൊരു പോംവഴി? അതിന് അവിടുന്ന് പറഞ്ഞ മറുപടി കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ്, വിശുദ്ധ ഖുർആൻ എന്നാണ്. നമുക്കറിയാം, ഒരുപാട് നബിവചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഊന്നിപ്പറഞ്ഞ ഒരു വിഷയമാണ് ഫിത്ന, കുഴപ്പം എന്നുള്ളത്. വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പങ്ങളും അനർത്ഥങ്ങളുമൊക്കെ ബാധിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽപ്രവർത്തനങ്ങളുമായി മുന്നേറാൻ നിർദ്ദേശിച്ചപ്പോൾ പറഞ്ഞ ഒരു വചനം, ബാദിറു ബിൽ അമാൽ ഫസതകൂനു ഫിത്നത്തുൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. നിങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നേറുക, കാരണം ഫസതകൂനു ഫിത്നത്തുൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുളടഞ്ഞ രാത്രികൾക്ക് സമാനമായ രൂപത്തിലുള്ള ഫിത്നകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, ഒരു മുഅ്മിൻ നേരം വെളുക്കുന്നത്, ഒരു മനുഷ്യൻ നേരം വെളുക്കുന്നത് മുഅ്മിനായിട്ടായിരിക്കും. വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്ക് അയാൾ അവിശ്വാസിയായിട്ടുണ്ടാകും. അതല്ലെങ്കിൽ യുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം ആൾ മുഅ്മിനായിരിക്കും, നേരം പുലരുമ്പോൾ ആൾ കാഫിറായിട്ടുണ്ടാകും. യബിയു ദീനഹു ബി അർളി മിന ദുനിയ, ഈ ദുന്യാവിലെ നിസ്സാരമായ വിഭവങ്ങൾക്ക് വേണ്ടി തൻ്റെ മത ശാസനകളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ വിറ്റൊഴിക്കാൻ അയാൾ തയ്യാറാകുന്ന ഒരു കാലഘട്ടം വരും. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്. കഴിഞ്ഞ വർഷം നാം അനുഭവിച്ച ശാന്തിയും സമാധാനവും ഈ വർഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആദ്യകാല മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന സമാധാനവും ശാന്തിയും പിൽക്കാലഘട്ടങ്ങളിൽ വന്ന മുസ്ലിങ്ങൾക്കുണ്ടായിട്ടില്ല. കാലം പിന്നിടുമ്പോൾ, നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ, തലമുറകൾ മാറി മറിയുമ്പോൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം, ശാന്തി, സ്വസ്ഥത, അതിനെല്ലാം ഭംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നീട്ടിവെക്കാതെ അയാൾക്ക് വന്നെത്തിയിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തെ എങ്ങനെയാണോ എത്രയാണോ ഉപയോഗപ്പെടുത്തുന്നത്, പരമാവധി ഉപയോഗപ്പെടുത്തുന്നവൻ ആരാണോ അയാൾ വിജയിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്ന സൂചന. ഫിത്നകൾ, കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. എനിക്കുള്ള ഫിത്നകളല്ല നിങ്ങൾക്കുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ള ഫിത്നയല്ല മറ്റൊരു കുടുംബത്തിനുണ്ടാവുക, ഒരു നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ഫിത്നയല്ല മറ്റൊരു നാട്ടുകാർ അനുഭവിക്കുക. ചിലർക്കത് സാമ്പത്തികമായ വിഷയങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് ശാരീരികമായിരിക്കാം, മറ്റു ചിലർക്ക് സാമൂഹികമായിരിക്കാം, മറ്റു ചിലർക്ക് രാഷ്ട്രീയമായിരിക്കാം. മുസ്ലിം ലോകത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മതാചാരങ്ങളും മത അനുഷ്ഠാനങ്ങളുമൊക്കെ കൊണ്ടാടുവാനും ആചരിക്കുവാനും അവർക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം, സമാധാനത്തോടും ശാന്തിയോടും കൂടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്ന അവസരം,
നമ്മുടെ നാട്ടിലാണെങ്കിൽ പള്ളികളാകട്ടെ, മദ്രസകളാകട്ടെ, അല്ലെങ്കിൽ ദീനി സ്ഥാപനങ്ങളാകട്ടെ, അവയൊക്കെ നിർമ്മിക്കുവാനും അവയൊക്കെ പ്രവർത്തിക്കുവാനും അങ്ങനെ ദീനീ പ്രവർത്തന മേഖലകളിൽ ദേവാരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനും ഒക്കെ മുൻപ് കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യവും സമാധാനവും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ചാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ഫിത്നകൾ വരും, ആ ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രവർത്തിച്ചു മുന്നേറുക. അമവി ഭരണകാലഘട്ടത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഇറാഖിലെ മുസ്ലിങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടി അമവി ഭരണാധികാരികളായ അബ്ദുൽ മലിക് ബിൻ മർവാനും അദ്ദേഹത്തിന്റെ മകൻ വലീദ് ബിൻ അബ്ദുൽ മലിക്കും ഒക്കെ ഗവർണറായി നിർദ്ദേശിച്ചതും നിയമിച്ചതും ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ആയിരുന്നു. ആ കാലഘട്ടത്തിലെ ഇറാഖിലെ മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന താബിഈങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവശേഷിക്കുന്ന സഹാബികളിൽ പ്രമുഖനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയുണ്ടായി, അല്ലയോ അനസ്, താങ്കൾ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ, പ്രവാചകനിൽ നിന്ന് നേരിട്ട് ശിക്ഷണം ലഭിച്ച സഹാബാക്കളിൽ അവസാനിക്കുന്ന കണ്ണികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഇന്നെന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഹജ്ജാജിൽ നിന്ന്, ഞങ്ങൾക്ക് മോചനം വേണം. ഇത് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ഫൈന്നഹു ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻഹു, ഒരു കാലഘട്ടവും വരികയില്ല, ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻഹു, വരാനിരിക്കുന്ന കാലഘട്ടം അതിനേക്കാൾ ഷർറ് നിറഞ്ഞതല്ലാതെ. ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. സമിഅ്തുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഞാൻ കേട്ട കാര്യമാണിത്. അപ്പോൾ ഓരോ കാലഘട്ടം വരുമ്പോഴും ശേഷിക്കുന്ന വരാനിരിക്കുന്ന കാലഘട്ടം, ഭാവി കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ ഷർറ് നിറഞ്ഞതാണ്, ഫിത്നകൾ നിറഞ്ഞതാണ്. ആ ഒരു ഫിത്ന നമ്മൾ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. ഇവിടെ അലി ഇബ്നു അബീ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും ഇങ്ങനെ ഫിത്ന വരാനിരിക്കുന്നു, ഫിത്നകൾ വരിക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന ഈ ഫിത്നയിൽ നിന്ന് വിശ്വാസികളായ ആളുകൾക്ക് എങ്ങനെ മോചനം ലഭിക്കും പ്രവാചകരെ എന്നാണ് ചോദിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഒരൊറ്റമൂലിയാണ്, കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ ഖുർആൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കുക. ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണോ, ഏത് വിധേനയുമുള്ള ഫിത്നകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. പലരും ഖുർആനിന്റെ ഈ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഗ്രന്ഥം, മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്താകുന്ന ഈ ഗ്രന്ഥം, നമ്മുടെ അന്തസ്സിന്റെയും ഓജസ്സിന്റെയും അടിസ്ഥാന ഘടകമായ ഈ ഗ്രന്ഥം, അത് വായിക്കുകയും അത് പാരായണം ചെയ്യുകയും അതിലെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിലെ മൊഴിമുത്തുകൾ സ്വായത്തമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അതാണ് അയാളുടെ വിജയത്തിന്റെ മാർഗവും. എന്നിട്ട് അള്ളാഹുവിന്റെ കിതാബ്, അതാണ് നിങ്ങൾക്കുള്ള മോചന മാർഗം, അതാണ് നിങ്ങൾക്കുള്ള ഏക പോം വഴി ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറയുന്ന ചില വിശദീകരണങ്ങളുണ്ട് ഖുർആനിനെ കുറിച്ച്. അതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഖുർആൻ എന്ന് പറയുന്നത് ഫീഹി നബഉ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ പൂർവിക ജനതതികളുടെ വർത്തമാനങ്ങൾ, വൃത്താന്തങ്ങൾ, ചരിത്രങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രന്ഥങ്ങളിൽ കാണാം, ആ ഗ്രന്ഥത്തിൽ കാണാം. വഖബറു മാ ബഅദക്കും, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള തലമുറകൾ, അവരുടെ വാർത്തകൾ, അത് നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തിൽ കാണാം. അതേപോലെ വഹുക്കുമു മാ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് വിധി കൽപ്പിക്കേണ്ട കാര്യങ്ങളും ആ ഖുർആനിൽ കാണാം. വഹുവൽ ഫസ്ൽ, കാര്യങ്ങളിലുള്ള തീരുമാനമാണ് ഖുർആൻ. ലൈസ ബിൽ ഹസിൽ, അത് വെറും തമാശയല്ല. മൻ തറക്കഹു മിൻ ജബ്ബാർ, ധിക്കാരപൂർവ്വം ഈ ഖുർആൻ വല്ലവനും കൈയൊഴിയുകയാണെങ്കിൽ ഖസമഹുല്ലാ, അള്ളാഹുവിന്റെ പീഡനത്തിന് അയാൾ വിധേയനാകും. വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി, ഈ ഖുർആൻ അല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളിൽ വല്ലവനും സന്മാർഗം അന്വേഷിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളെ വഴി തെറ്റിക്കും. ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സുദൃഢമായ പാശമാണ്. വഹുവ ദിക്റുൽ ഹകീം, യുക്തിമത്തായ ഉത്ബോധനമാണ്. വഹുവ സിറാത്തുൽ മുസ്തഖീം, ഈ ഖുർആൻ ചൊവ്വായ പാന്താവാണ്. ഹുവല്ലദീ ലാ തസീഉ ബിഹിൽ അഹ്വാ, ഖുർആൻ അനുസരിച്ച് വല്ലവനും ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഇച്ഛകൾ വഴി തെറ്റിപ്പോകാൻ സാധ്യതയില്ല.
വലാ തൽതബിസു ബിഹിൽ അൽസിന, നാവുകൾ വൈദിപ്പോവുകയില്ല. വലാ യശ്ബഉ മിൻഹുൽ ഉലമാ, ഖുർആൻ എത്ര പാരായണം ചെയ്താലും പഠിച്ചാലും പണ്ഡിതന്മാർക്ക് മതി വരികയില്ല. വലാ യഖ്ലഖു അലാ കസ്റത്തി റദ്ദ്, എത്ര വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ഈ ഗ്രന്ഥം തകർന്നു പോവുകയില്ല. വലാ തൻഖളി അജായിബുഹു, ഈ ഗ്രന്ഥത്തിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല. വല്ലദീ ലം തൻതഹി അൽ ജിന്നു ഇദാ സമിഉ ഹത്താ ഖാലു ഇന്നാ സമീനാ ഖുർആനൻ അജബാ, ജിന്നുകൾ ഈ ഖുർആൻ കേൾക്കേണ്ടി വന്നാൽ പോലും അത്ഭുതകരമായ ഒരു ഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നായിരിക്കും അവരുടെ മറുപടി. മൻ ഖാല ബിഹി സദഖ, ഈ ഖുർആൻ അനുസരിച്ച് ആര് സംസാരിക്കുന്നുവോ അയാൾ സത്യസന്ധനായിരിക്കും. വമൻ അമില ബിഹി ഉജിർ, ഈ ഖുർആൻ അനുസരിച്ച് ആരാണോ പ്രവർത്തിക്കുന്നത് അയാൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കും. വമൻ ഹക്മ ബിഹി അദിൽ, ഈ ഖുർആൻ അനുസരിച്ച് വിധി പറഞ്ഞാൽ ആ വിധി നീതിപൂർവമായിരിക്കും. വമൻ ദഅ ഇലൈഹി, ആരെങ്കിലും ഈ ഖുർആനിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് അയാൾ വഴി കാണിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണമാണ്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഖുർആനിനെ പഠന വിധേയമാക്കുകയും ഖുർആനിന്റെ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ വിശദീകരണത്തിന് സമാനമായൊരു വിശദീകരണം ഒരാളും ഒരു കാലഘട്ടത്തിൽ നൽകിയിട്ടില്ല. കഴിഞ്ഞുപോയ തലമുറയുടെ, വരാനിരിക്കുന്ന തലമുറയുടെ എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും നേർമാർഗം കാണിച്ചു കൊടുക്കുവാനും പ്രതിഫലം ലഭ്യമാക്കുവാനും സഹായകമാക്കുന്ന ഗ്രന്ഥം, ആത്യന്തികമായ നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിധി പറയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം, മനുഷ്യർക്കിടയിൽ സാഹോദര്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുവാൻ സഹായകമാകുന്ന ഗ്രന്ഥം, സർവോപരി മനുഷ്യമോചനത്തിന്റെ നിദാനമായ ഗ്രന്ഥം. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിടാനുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം ഫിത്നകളുണ്ടോ, വൈയക്തികമാകട്ടെ, കുടുംബപരമാകട്ടെ, സമഷ്ടിപരമാകട്ടെ, സാമൂഹ്യപരമാകട്ടെ, നിങ്ങൾ നേരിടേണ്ടി വരുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഒരു ഖുർആൻ എന്ന ഒറ്റമൂല്യം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക എന്നത് മാത്രമാണ്. വിശുദ്ധ റമദാനിന്റെ വിട പറയാൻ പോകുന്ന ഈ പുണ്യനാളുകളിൽ ഖുർആനിന്റെ ഈ മഹത്വം മനസ്സിലാക്കുക, പരമാവധി ഖുർആനുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും സുദൃഢമാക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.